Welcome dear students to my next class. Today we shall discuss about the topic comparative income statement. We have already completed comparative income statement. Comparative income statement shows the operating result of two periods, amount as well as in percentage form. It also shows the progress of a firm. സോ നമുക്ക് ഇനി ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോണത്. കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 2 പീരീഡുകളിലെ റിസൾട്ടാണ്, ഓപ്പറേറ്റിംഗ് റിസൾട്ടാണ് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നത്. പ്രോബ്ലം ഇതാണ്. From the following information, prepare comparative income statement and comment upon the operating performance result. ഇവിടെ നമുക്ക് കുറച്ച് ഐറ്റങ്ങൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും തന്നിട്ടുണ്ട്. ആദ്യത്തെ ഐറ്റം നെറ്റ് സെയിൽസ് ആണ്, 350 420 ലാക്സിലാണ്. നെക്സ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 240 300. ദെൻ നെക്സ്റ്റ് വൺ ഓഫീസ് എക്സ്പെൻസസ് 30 36, സെല്ലിംഗ് എക്സ്പെൻസസ് 20 30. നമുക്ക് സാധാരണ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ നെറ്റ് സെയിൽസ് വെച്ചിട്ടാണ്. നമുക്ക് നെറ്റ് സെയിൽസ് എഴുതാം. അതിന് മുമ്പ് നമുക്ക് കോളം ഹെഡ്സ് കൊടുക്കാം. ഫസ്റ്റ് വൺ പർട്ടിക്കുലേഴ്സ്, ഫസ്റ്റ് കോളം പ്രീവിയസ് ഇയർ 2015, കറന്റ് ഇയർ 2016, amount of increase or decrease, next column. Then percentage change in increase or decrease, percentage change in increase or decrease. First item we can start with net sales. In previous year net sales 350, in the current year sales 420. We can find the difference, say 70. Increase in the value of sales, so plus 70 is the answer. Plus 70. We can find the percentage. ഇങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് കാണാൻ പറ്റാം. 70 ആണ് നമുക്ക് വന്നിരിക്കുന്ന ഇൻക്രീസ്, ഡിവൈഡഡ് ബൈ 350. 70 ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയറിലെ ഫിഗർ, 70 ഡിവൈഡഡ് ബൈ previous year into 100. 70 divided by 350 into 100. So plus 20. Next item is cost of goods sold. In the previous year cost of goods sold 240, current year 300, that is 60 rupees increased in the current year. So plus 60. We can find the percentage, plus 60 divided by base year 240. So percentage is plus 25. നമുക്കറിയാം സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുക, അപ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് അനുസരിച്ച് ഫസ്റ്റ് ഐറ്റം സെയിൽസ് ആണ്, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. Sales minus gross profit 110. ഇവിടെ നമുക്ക് വരാം 120. സോ ഡിഫറൻസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് പ്രീവിയസ് ഇയറിൽ 110 ആണ്, കറന്റ് ഇയറിൽ 120 ആണ്. പ്ലസ് 10 ഇൻക്രീസ്ഡ് ആണ് അല്ലെ, പ്ലസ് 10. വീണ്ടും പെർസെൻറ്റേജ് കാണാം, പ്ലസ് 10 ഡിവൈഡഡ് ബൈ 110, ദാറ്റ് ഈസ് പ്ലസ് 9.1, പ്ലസ് 9.1. ദെൻ നമുക്കിപ്പോൾ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ നമുക്ക് മീറ്റ് ചെയ്യാം. എഴുതി വെക്കാം നമുക്ക്.
നെക്സ്റ്റ് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് ഓഫീസ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും ആണ്. ഓഫീസ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും ഓപ്പറേഷണൽ എക്സ്പെൻസസ് ആണ്. സോ നമുക്ക് എഴുതി വെക്കാം ലെസ് operational expenses. Office expenses. Office expenses 30 in the previous year and in the current year 36. So 6% is increased plus 6% is increased. Percentage is 20. Percentage എങ്ങനെയാണ് 6 divided by 30 into 100. Base year ആയിട്ടാണ് നമ്മൾ കമ്പയർ. 6 divided by base year 30 into 100. നമുക്ക് plus 20 കിട്ടും. ഇനി നമുക്ക് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസസ് 20 30. 10 ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് plus 10. Plus 10 divided by 20 into 100 plus 50 ആണ്. പ്ലസ് 50 ആണ് വരിക. ദെൻ നമുക്ക് ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളൂ. നമുക്ക് വീണ്ടും ലെസ് ചെയ്യാം അല്ലെ. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേഷണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുക. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേഷണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കിട്ടുക. അപ്പൊ നമുക്കിത് മൈനസ് ചെയ്യാം. ഇവിടെ ഓഫീസ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും ആണ് ഓപ്പറേഷണൽ എക്സ്പെൻസസ്. നമുക്ക് ആദ്യം ഓപ്പറേഷണൽ എക്സ്പെൻസസ് ടോട്ടൽ ചെയ്യാം. അപ്പൊ 30 പ്ലസ് 20 50, 36 പ്ലസ് 30 66. അപ്പൊ നമുക്കറിയാം കറണ്ട് ഇയറിൽ പ്ലസ് 16 ഇൻക്രീസ്ഡ് ആണ്. പെർസെന്റേജ് കാണുമ്പോൾ 16 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ദാറ്റ് ഈസ് പ്ലസ് 32. ദെൻ നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേഷണൽ എക്സ്പെൻസസ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നെക്സ്റ്റ് നമുക്ക് എഴുതി വെക്കാം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല സെയിൽ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേഷണൽ എക്സ്പെൻസസ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് ഓപ്പറേഷണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത്. സോ ഗ്രോസ് പ്രോഫിറ്റ് 110, ഓപ്പറേഷണൽ എക്സ്പെൻസസ് 50 ആണ് പ്രീവിയസ് ഇയർ. സോ ഡിഫറൻസ് ഈസ് 60. 120 ആണ് ഗ്രോസ് പ്രോഫിറ്റ് കറന്റ് ഇയറിൽ. ഓപ്പറേഷണൽ എക്സ്പെൻസസ് 66 ആണ്. സോ ഡിഫറൻസ് ഈസ് 54. സോ ഡിക്രീസ് ഇൻ കറന്റ് ഇയർ ബൈ 6 അല്ലെ -6. പെർസെന്റേജ് കാണുമ്പോൾ -6 by 60 into 100 that is -10. ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്.